ചില സമയത്തൊക്കെ ചില എന്താണ് കഷായമൊക്കെ കൊടുക്കേണ്ടി വന്നാൽ പോലും എന്ന് ചില വ്യക്തികളെ നമുക്ക് ആദ്യ സമയത്ത് അവരോട് വലിയ ആരാധന തോന്നി അല്ലേ? ആരാധന തോന്നി പക്ഷെ അവരുടെ കുറച്ച് ആയി കഴിയുമ്പം അവരുടെ യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലായി കഴിയുമ്പം അവർ ഇത്ര ചീപ്പായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. അതിലൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയത് കെ.ആർ. മീരയാണ്. കെ.ആർ. മീരയുടെ ആരാച്ചാർ അതുപോലെ ഒത്തിരി പുസ്തകങ്ങൾ വായിച്ചപ്പം നമുക്ക് കെ.ആർ. മീരയോട് പ്രത്യേക ഒരു ആരാധന തോന്നി. സ്ത്രീ പക്ഷത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, അതും അത്യാവശ്യമാണ്. അപ്പം നല്ല ലാംഗ്വേജ്, അത് നല്ല രീതിയിൽ പുസ്തകം എഴുതാനൊക്കെയുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ് കെ.ആർ. മീര. അതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു. അപ്പം 2 ദിവസമായിട്ട് കെ.ആർ. മീരയുടെ വായിൽ നിന്ന് വരുന്നതെല്ലാം ശുദ്ധ പോഷ്ക് അല്ലെങ്കിൽ ശുദ്ധ വിവരക്കേട് എന്ന് പറയാൻ, ഒരു സാഹിത്യകാരിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നും കെ.ആർ. മീരയിൽ നിന്ന് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ശുദ്ധ വിവരക്കേട്, സാധാരണക്കാർ സംസാരിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു. അതോ ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തോ വലിയ ആളാണെന്ന് നാട്ടുകാർക്ക് തോന്നട്ടെ എന്ന് വിചാരിച്ചാണോ ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. ആദ്യത്തെ കേസ് എന്ന് പറയുന്ന ഹിന്ദു സഭയുമായിട്ട് ബന്ധപ്പെട്ട്, കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ ഒരു കാര്യം. ഗാന്ധിജിയും 10-75 കൊല്ലമായിട്ട് കോൺഗ്രസ് ഗാന്ധിജി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. പിന്നെയാണോ ഹിന്ദു സഭ എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനെ ബെന്യാമിൻ ഏറ്റുപിടിക്കുന്നു. സമൂഹത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കെ.ആർ. മീരയ്ക്കെതിരെ ഞാനത് രാഷ്ട്രീയമായിട്ട് കാണാനാണ് ഇഷ്ടം. കെ.ആർ. മീരയ്ക്ക് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ നമ്മളായിട്ട് എന്തിന് ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി, ഇപ്പം ഹിന്ദുസഭ എന്ന് പറയും, ഹിന്ദുസഭയെ വിമർശിച്ച് കോൺഗ്രസിനെ വിമർശിക്കുക എന്ന് പറയുന്നത് തനിക്ക് ഇടതുപക്ഷത്തോടുള്ള ആഭിമുഖ്യം പ്രദർശിപ്പിക്കുക എന്നുള്ള രീതിയാണ്. അപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ കെ.ആർ. മീരയ്ക്ക് അല്ലേ? അതാണല്ലോ സാഹിത്യകാരന്മാർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം സമൂഹത്തിൽ നടക്കുന്ന ഒരു രീതിക്കെതിരെ അവർ ശബ്ദം ഉയർത്തത്തില്ല. നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ പല കാര്യങ്ങളും പറയും. ഞാൻ എന്തോ വലുതാണെന്ന് പ്രദർശിപ്പിക്കും. അവസാനം ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലുമൊക്കെ അവാർഡുകളോ അപ്പക്കഷ്ണങ്ങളോ ഒക്കെ മേടിച്ചെടുക്കുക എന്നുള്ള രീതിയാണ് ഇവർ പിന്തുടരുന്നത്. കെ.ആർ. മീര അങ്ങനെ ആയിക്കോട്ടെ, ഞാനത് വിമർശിക്കുന്നില്ല. കാരണം അത് ഒരു വിമർശനം ഒരു വശത്ത് നടക്കുന്നുണ്ട്, ആ വിമർശനവുമായിട്ട് മുന്നോട്ട് നീങ്ങട്ടെ. പക്ഷേ ഇപ്പം കെ.ആർ. മീര കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് നടന്ന ഒരു സംവാദത്തിൽ കെ.ആർ. മീര പറഞ്ഞ ചില വാചകങ്ങളാണ് വീണ്ടും നമ്മളെ ഞെട്ടിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത് കെ.ആർ. മീര ഇത്രയ്ക്ക് അതപ്പതിച്ചു പോയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിലെ വാചകങ്ങൾ ഇങ്ങനായിരുന്നു. നമ്മുടെ ഷാരോൺ വധം, ഷാരോൺ രാജ് ഗ്രീഷ്മ കഷായം കൊടുത്തു കൊന്ന ഷാരോൺ രാജിനെ പറ്റി നടത്തിയ ചില പരാമർശങ്ങൾ. ചില സമയത്ത് പെൺകുട്ടികൾക്ക് കഷായം കൊടുക്കേണ്ടി വരും. ഒരു മനുഷ്യനെ ഇഞ്ചിഞ്ചായിട്ട് കഷായം കുടിപ്പിച്ച് ദിവസങ്ങളോളം അവൻ്റെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം വേദനയൊക്കെ സഹിക്കേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരനെ പറ്റി വളരെ പരിഹാസമായ രീതിയിൽ, എന്നിട്ടൊരു ചിരിയുണ്ട്. നമ്മൾ വാചകങ്ങളല്ല, ആ വാചകം പറഞ്ഞിട്ട് അവർ നടത്തുന്ന ഒരു പരിഹാസ ചിരിയുണ്ട്. ആ ചിരിയിൽ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു എന്താ പറയണ്ടേ, നമ്മുടെ ഉള്ളിലേക്ക് തറച്ചു കയറുകയാണ്. ആ ഒരു സാഹിത്യകാരിക്ക് അല്ലെങ്കിൽ മനുഷ്യജീവിതം അടുത്തറിയുന്ന, മനുഷ്യബന്ധങ്ങളുടെ വില അറിയാവുന്ന ഒരു സാഹിത്യകാരിക്ക് ഒരിക്കലും ചേർന്ന ഒരു പ്രവൃത്തിയല്ല അവരത് ചെയ്തത്. നമുക്ക് അവരുടെ വാക്കുകളൊന്ന് കേൾക്കാം. സതി അനുഷ്ഠിച്ചോളൂ എന്ന് പറഞ്ഞ സമൂഹമാണ് നമ്മുടേത്. നമ്മൾ ഈ കാലത്തെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് അതാണ്, നിങ്ങളൊരു കാരണവശാലും സതി അനുഷ്ഠിക്കരുത്. സതി അനുഷ്ഠിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതി ഒരിക്കലും ഇല്ല. ചില സമയത്തൊക്കെ ചില എന്താണ് കഷായമൊക്കെ കൊടുക്കേണ്ടി വന്നാൽ പോലും എന്ന് അല്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ആ കഷായം കുടിപ്പിച്ച കാര്യങ്ങൾ വളരെ പരിഹാസമായ രീതിയിൽ പൊതുജനങ്ങളുടെ മധ്യത്തിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് വളരെ ബാലിഷ്യമായ ഒരു സാഹിത്യകാരൻ. ഇത്രയും അവാർഡ്, വയലാർ അവാർഡ് നേടി, കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടി, ഓടക്കുഴൽ അവാർഡ് നേടി. അപ്പം സാഹിത്യകാരി എന്ന് പറഞ്ഞുകൊണ്ട് ഊറ്റം കൊള്ളുന്ന വ്യക്തിയുടെ എന്താ പറയുന്നത്,
എന്താ പറയുന്നത്, ഇത്രമേൽ ചീപ്പായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടം കൊണ്ട് തീർന്നില്ല. ഒരു പുരുഷനിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സ്ത്രീ ചെയ്യേണ്ട ഒരു മാർഗമായിട്ട് പറയുന്നത് ചിലപ്പോൾ കൊന്നുകളയേണ്ടി വരും എന്നുള്ള ബാലിഷ്യമായ ഒരു എന്താ പറയുക ന്യായീകരണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കതും കൂടെ ഒന്ന് കേൾക്കാം. അല്ല, ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലാതായാൽ ചിലപ്പോൾ അവൾ കുറ്റവാളിയായി തീരും. ആ കുറ്റകൃത്യത്തിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ എല്ലാം തികഞ്ഞ കാമുകൻ്റെ കടമയും കർത്തവ്യവുമാണ്. അപ്പോൾ ഈ KR മീര ഈ മരണത്തെ ഷാരോൺ രാജിനെ ഗ്രീഷ്മ കൊന്നത് പൈശാചികമായൊരു കൊലപാതകമാണെന്ന് നമ്മൾ വിധി എഴുതുമ്പോൾ മീര അത് വളരെയധികം ന്യായീകരിച്ച് സംസാരിക്കുമ്പോഴേ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇവരൊരു സാഹിത്യകാരിയാണോ എന്ന് നമുക്ക് സംശയിക്കും. ഇവർ സാഹിത്യകാരിയാണെങ്കിൽ, ഇവരെ നമ്മൾ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവർ വെറും പൊള്ളയാണ്. ഇവരുടെ ഓരോ വാക്കുകളും ജനസമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം വളരെ മോശപ്പെട്ട സന്ദേശമാണ് കൊടുക്കുന്നത്. ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന മോശ അനുഭവമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ നോവലുകളെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, അവരുടെ വാക്കുകളാണ്. അത് വിഷം വമിക്കുന്ന ഒരു രീതിയിലാണ് അവർ ജനങ്ങളോട് സംവാദിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ എനിക്ക് തോന്നുന്നു ഈ കേസ് തന്നെ, അപ്പോൾ ഇവർ പറയുന്നു ഇപ്പോൾ സ്ത്രീധനം കിട്ടാതെ വന്നു, അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യം മൂലം സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീയെ കൊല്ലുന്നു. അപ്പം നമ്മൾ ജനസമൂഹം അതിനെ എതിർത്ത് സംസാരിക്കാറുണ്ട്, എന്ത് രീതിയാണെന്ന്. അപ്പം ഇവർ പറയുന്ന രീതിയിലാണെങ്കിൽ പുരുഷനെ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് കാണാമല്ലോ. സ്ത്രീക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ, പ്രണയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഒരാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ പുരുഷനും അങ്ങനെ ആകാമല്ലോ. പുരുഷൻ ചെയ്യുന്ന പാതകവും അത് തന്നെ ആ ഗണത്തിൽപ്പെടാത്താമല്ലോ. നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. സ്ത്രീ ചെയ്താലും പുരുഷൻ ചെയ്താലും രണ്ടും തെറ്റ് തന്നെയാണ്. ഇപ്പോൾ ഒരുപക്ഷെ തിരിച്ചായിരുന്നുവെങ്കിൽ, ഗ്രീഷ്മയ്ക്ക് ഷാരോൺ വിഷം കൊടുത്തിരുന്നെങ്കിൽ ഇവരിങ്ങനെ ഒരു കാരണവശാലും പറയില്ല. കാരണം ഇവരുടെ സ്ത്രീപക്ഷ പാത ഉയർന്നേനെ, അത് 100% ഉറപ്പാണ്. ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഇവർ പറയുന്ന ചില വാചകങ്ങളുമുണ്ട്, അത് എനിക്ക് തോന്നുന്നു. അവർ പറയുന്നു ദാമ്പത്യത്തിലൊക്കെ സ്ത്രീകൾക്ക് ഇങ്ങനെ അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ കിട്ടാതെ വരുമ്പം അവർ വേറെ ബന്ധങ്ങൾ തേടി വേറെ ബന്ധങ്ങൾ തേടി പോകുന്നത് തെറ്റ് പറയാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവർ. നമുക്ക് ആ വാക്കുകളും കൂടെ ഒന്ന് കേൾക്കാം. ഇത് തന്നെ നമ്മൾ എത്രയോ കുട്ടികളെ ഇപ്പോൾ പാർവതി അഭിനയിച്ചൊരു സിനിമ തന്നെയില്ലേ, ആസിഡ് അറ്റാക്കിൻ്റെ ഇത്. പിന്നെ എത്ര പുരുഷന്മാരാണ്, ഒരു 40കളിലും 30കളിലും ഒക്കെയുള്ള പുരുഷന്മാർ എത്രയോ പേരാണ് ഈ ഭാര്യയെ കൊല്ലുന്നത്, ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്നുള്ളതിനെ പറ്റി കൊല്ലുന്നത്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് ഒരു ബന്ധം ഉണ്ടാവേണ്ടതെന്ന് ചോദിച്ചാൽ, അവൾക്കൊരു ദാമ്പത്യത്തിനകത്തൊരു സേ ഇല്ലാതെ വരുമ്പോഴാണ്. അവൾക്കൊരു സംസാര സ്വാതന്ത്ര്യമോ സഞ്ചാര സ്വാതന്ത്ര്യമോ ചിന്താ സ്വാതന്ത്ര്യമോ ആവിഷ്കാര സ്വാതന്ത്ര്യമോ ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ്. അതിപ്പോൾ രാജ്യത്തിനകത്താണെങ്കിൽ വിപ്ലവം ഉണ്ടാകുന്നത് പോലെ ദാമ്പത്യത്തിനകത്തുണ്ടാവും. അപ്പം ഇതിനകത്ത് പറയുന്നത് എനിക്ക് തോന്നുന്നു അടുത്ത സമയത്ത് നടന്നൊരു കൊലപാതകമാണ് കഠിനക്കുളം അല്ലേ, നമ്മുടെ ആതിര മർഡർ പൂജാരി ഭർത്താവ് പൂജയ്ക്ക് കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റയിലൂടെ പരിചയപ്പെട്ട സുഹൃത്തിനെ വീട്ടിൽ വിളിച്ച് കയറ്റി ആതിരയുടെ മരണം. അവസാനം ലൈംഗിക ബന്ധം കഴിഞ്ഞതിന് ശേഷം ആ ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി ഈ ആതിരയെ കൊന്നിട്ട് പോകുന്നു. കേരളം ഞെട്ടിപ്പോയ സംഭവം. അപ്പോൾ അങ്ങനെ അതിനെ ന്യായീകരിച്ച പോലെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ രീതി പറയുന്നില്ലെങ്കിലും അത് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ള രീതിയാണ്. ഭർത്താവിൽ നിന്ന് കിട്ടാതെ വരുമ്പം മറ്റു പുരുഷന്മാരെ വിളിച്ച് കയറ്റുന്നത് തെറ്റില്ല എന്നാണ് KR മീരയുടെ അഭിപ്രായം എന്നാണ് എനിക്കിത് കേട്ടപ്പോൾ തോന്നിയത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കാരണങ്ങളെല്ലാം ന്യായീകരിച്ചാണ് KR മീരയെ പോലുള്ള ഒരു മികച്ച സാഹിത്യകാരി, കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ, വയലാർ അവാർഡ് നേടിയ മികച്ച സാഹിത്യകാരി എന്ന് വിശേഷിപ്പിക്കുന്ന KR മീര ജനങ്ങളോട്
യുവാക്കളോട് പറയുകയാണ്, ഗ്രീഷ്മ ചെയ്തത് തെറ്റില്ല, മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റില്ല, സ്ത്രീകൾ ഏതെങ്കിലുമൊക്കെ രീതി പോകുന്നതിന് തെറ്റില്ല. അതേപോലെ തന്നെയാണ് പുരുഷൻ്റെ കാര്യം. പുരുഷൻ ഏതെങ്കിലും തെറ്റ് ചെയ്താൽ അതും തെറ്റില്ല എന്ന് പറയേണ്ടി വരും ഈ കൂട്ടർക്ക്. അപ്പം ഇവർ രണ്ട് ഇരട്ടത്താപ്പ. എൻ്റെ കെയർ മീരെ ഞാൻ ഈ ന്യായീകരണം, സത്യം പറഞ്ഞാൽ ഈ ന്യായീകരണം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഈ സ്ത്രീയാണല്ലോ നമ്മൾ ഇത്രയും നാളും ആരാധനയോട് കണ്ടത് എന്ന് ഓർത്തു കഴിയുമ്പോഴേ നമുക്ക് സ്വയം തന്നെ ലജ്ജ തോന്നുന്നു. കാരണം അത്രമേൽ നികൃഷ്ടമായൊരു മരണത്തെ, ഇപ്പം ഗ്രീഷ്മ ഷാരോൺ രാജിന് വിഷം കൊടുത്തു. ആ സ്ഥാനത്ത് ഈ കെയർ മീരയുടെ മകനാണ് ആ സ്ഥാനത്തെങ്കിൽ എന്തായിരിക്കും? ഇതുപോലെ പരിഹാസ രൂപേണ അത് അവതരിപ്പിക്കാൻ പറ്റുമോ? വളരെ ബാലിഷ്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുമോ? അവൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ന്യായീകരിക്കാൻ പറ്റുമോ? ഇല്ല. അത് സ്വന്തം ചോരയായിരിക്കണം. അല്ലെങ്കിൽ മറ്റുള്ള സഹജീവികളോട് അല്പമെങ്കിലും കാരുണ്യം വേണം. കാരുണ്യവും സഹാനുഭൂതിയൊക്കെ ഉണ്ടായിരിക്കണം. അത് പുസ്തകങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ വരികളിൽ മാത്രമേ ഉള്ളൂ കേരളീയക്ക് എന്നുള്ളത് ഈ വാക്കുകളിലൂടെ മനസ്സിലാവുന്നുണ്ട്. അപ്പം നമ്മൾ ആരാധിക്കുന്നവരുടെയൊക്കെ മുഖം മൂടി പല സന്ദർഭങ്ങളിലും അഴിഞ്ഞു വീഴും. അതിലൊന്നാണ് കെ.ആർ. മീരയുടെ. ഇപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കെ.ആർ. മീരയുടെ വാക്കുകളെപ്പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.